ആയിട്ട് മുകളിൽ വന്നിട്ട് പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ ഷെഫി എന്ന് പറയണേ. അപ്പോൾ ഇത് ആളെ തന്നെയെന്ന് അറിയാമേ, ഫുൾ വെൽ പ്ലാൻഡ്. അപ്പോൾ ഞാൻ പോട്ടെ, പിടിച്ചു കൊണ്ടു ആള് നല്ല ഗസ്റ്റ് ചെയ്യണം, എല്ലാം അടിപൊളിയായിട്ട് എടുക്കണേ. അപ്പോൾ ഓക്കെ. ജൂലൈ 4 ഷെഫിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര വർഷമായിട്ടുണ്ടെങ്കിലും ഒരു വർഷം പോലും ഞാൻ ഷെഫിയുടെ ബർത്ത്ഡേ ആയാലും ഗിഫ്റ്റ് കൊടുക്കാണ്ടിരുന്നിട്ടില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കുമെന്നറിയാം. അപ്പോൾ ഇത്തവണയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് കൊടുത്തത് കേട്ടോ, ഞാനാണെന്ന് അറിയാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നൈറ്റ് ആണെങ്കിൽ ഇന്ന് ഓൾറെഡി 4th ആയല്ലോ. അപ്പോൾ ഇന്നലെ നൈറ്റാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മാളിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു നീ അവിടെ വരണം. അപ്പം ഗിഫ്റ്റ് ആമ്പറെല്ലാം ഓൾറെഡി ഞാൻ അവളോട് ഏർപ്പാടാക്കിയിരുന്നു കേട്ടോ. അപ്പം മർജിയാണ്. അപ്പം ഞാൻ അവളൊരു മാളിൻ്റെ താഴെ വന്നിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഷെഫിയെ ഞാൻ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇരുത്തിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഷെഫിക്കൊരു ഡൗട്ട്, എന്തോ ഒരു സംതിങ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല ഷെഫി സത്യമായിട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ ഞാൻ താഴെ പോയിട്ട് ഇവളോട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ട് നേരെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വന്ന് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ആദ്യം മർജിയെ കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാലും പിന്നെ അതിനകത്ത് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ കണ്ടപ്പോൾ ഷെവിക്ക് മനസ്സിലായത് ഞാനാണെന്ന് കേട്ടോ. അപ്പം ഷെവി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാനൊരു കുഞ്ഞ് കേക്കും അതിനകത്ത് കരുതിയിരുന്നു കേട്ടോ. അങ്ങനെ ആ കുഞ്ഞ് കേക്ക് ഷെവിക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പോൾ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അതിനിടയ്ക്കൂടെ ഞാൻ ഷെഫി എത്ര വയസ്സായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഷെവി അറിയാം വയസ്സൊന്നും പറയാൻ പാടില്ല കേട്ടോ ബർത്ത്ഡേ ആയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ഈ ബർത്ത്ഡേയുടെ ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും സമയമായി കേട്ടോ. ഓൾറെഡി 2-3 തവണ മ്യൂസിക് ഞാൻ മാറ്റി ഇട്ടപ്പോഴെല്ലാം കോപ്പിറൈറ്റ് അടിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ മർജിയും കേക്കൊക്കെ കൊടുത്ത് മർജിയുടെ വക ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ലൈഫിലൊരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് കരുതി. ശരിക്കും ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ. ഇത്ര വയസ്സൊക്കെ ആയി എൻ്റെ വീഡിയോ ഒന്നും എടുക്കണമെന്ന് കാര്യം ഞാൻ വലിച്ചു കൊണ്ടുപോയതാട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക്